അടിപൊളി പടം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? ആക്ഷൻ ആണോ അല്ലെങ്കിൽ ആക്ഷൻ മാസ് പടമാണ്. എല്ലാവരും കാണും. ഈ പ്രായത്തിൽ ഈ ആക്ഷൻ ഒക്കെ എങ്ങനെയാണ്? അതാ പുള്ളിയെ കൊണ്ട് പറ്റുള്ളൂ. അടിപൊളി പടമാണ് ചേട്ടാ. എന്താ പറയണെന്ന് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. നമ്മളുടെ എന്താ പറയുക, മമ്മൂട്ടി സാറ് ഈ പ്രായത്തിൽ ഇത്രയും ഡെഡിക്കേഷനായി ഇത്രയും പവറായിട്ട് ഒരു ഫിലിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. രാജ്ബി ഷെട്ടി സാറൊക്കെ ഒരു രക്ഷയില്ല. അത്രയും തീ പടം അത്രയേ ഉള്ളൂ. ഒരു ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. ഹാർട്ട് ബീറ്റ് ഇപ്പോഴും ശരിയായിട്ടില്ല. ബിന്ദു പണിക്കർ മാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രൂവും കാസ്റ്റും സെറ്റായിട്ടുണ്ട്. പടം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സിനിമാറ്റോഗ്രാഫി ആയാലും വൈശാഖ് സാറിന്റെ ഡയറക്ഷൻ ആയാലും ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പടം എന്ന് പറയാനില്ല. കണ്ടത് വെച്ച് എനിക്ക് വൈശാഖിന്റെ ഫിലിമിൽ കണ്ടതിൽ വെച്ചിട്ടും ബെസ്റ്റ് മൂവി ആയിട്ട് തോന്നിയിരുന്നു. ഫൈറ്റും ഒരു രക്ഷയില്ല, കൈയടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റൊക്കെ ഒരു വൺ ട്വിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇനി രണ്ടാമതൊന്ന് കാണാനുള്ള വകുപ്പ് തന്നെയുണ്ട്. എന്തായാലും ആൾക്കാർ ഒന്ന് കാണുക, അത്രേ പറയാനുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എന്റെ പോലെ ഒന്നും പറയാനില്ല. ആ സിറ്റുവേഷൻസ് പറ്റിയ സാധനമാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്ക് എന്താ പറയാ, ഗൂസ്ബംസ് ഇപ്പോഴും മാറിയിട്ടില്ല. അത്രയുള്ള എക്സ്പീരിയൻസ് ആയത്. സീൻ പടം നല്ല രസമുണ്ട്. സിനിമാറ്റോഗ്രാഫി ആയാലും കളർ ഗ്രേഡിങ് ട്വിസ്റ്റ് വൈശാഖിന്റെ ബെസ്റ്റ് സാധനം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടില്ല. ഫൈറ്റ് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. എനിക്ക് സത്യം പറഞ്ഞ ഒരുമാതിരി എന്തൊക്കെ പറയാൻ വയ്യ. അമ്മാതിരി ഫൈറ്റ് സീക്വൻസാ. പുലിമുരുകനെ കടത്തി വിട്ടു. ബെസ്റ്റ് പുലിമുരുകനൊക്കെ വേറെ ജോണർ ടൈപ്പ് അല്ലേ, പക്ഷെ നല്ല വൈശാഖിന്റെ ബെസ്റ്റ് സാധനം. ഫിലിം ഒരു വൺ ഡേ വാച്ചബിൾ ബ്രോ, അല്ലാണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒന്നുമില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസ് കൊള്ളായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ ആക്ടിങ്ങും പിന്നെ എസ്പെഷ്യലി വില്ലന്റെ അഭിനയം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വില്ലന്റെ ആ ഒരു മാസ് സീക്വൻസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ ഫിലിം പേഴ്സണലി എനിക്കും അത്ര കണക്ട് ആയിട്ടില്ല. നമ്മൾ പണ്ട് കാലത്തുള്ള ആ ഒരു കൈൻഡ് ഓഫ് മേക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിരുന്നു. ഒരു തവണ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനോടെയൊക്കെയാണ് വന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് അത്ര കണക്ട് ആയിട്ടില്ല. അത്രേ ഉള്ളൂ. അതെ അത് വെരി റിമാർക്കബിൾ ആണ്. ഫിലിം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി 71 വയസ്സാണ് ഇങ്ങനെയൊക്കെ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മാതിരി ഫൈറ്റും അതുപോലെ മമ്മൂട്ടിയെ ഒരുപാട് കൂടുതലായിട്ട് രാജ്ബി ഷെട്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ വേറെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ഒക്കെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ അഴിഞ്ഞാട്ടത്തില്ല, വേട്ട കേരള ബോക്സ് ഓഫീസിലെ വേട്ടയാണ് നമ്മുടെ മമ്മൂക്ക. ഒരു രക്ഷയില്ല, കിട്ടില്ല പെർഫോമൻസും മേക്കിങ്ങെല്ലാം നല്ല കിട്ടിലായിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ക്വാളിറ്റി ഈ പടത്തിലും പുള്ളിക്കാരൻ നിലനിർത്തിയിട്ടുണ്ട്. കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. ഫാമിലി നല്ല സൗണ്ട് ക്വാളിറ്റികൾ നല്ല തീർത്തുന്ന തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല കിട്ടില്ല പടമാണ്. സൂപ്പർ പടം, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക. അടിപൊളി പടം. അവസാനത്തെ 45-30 മിനിറ്റ്സ് വേറെ ലെവല്. കാർ ചേസൊക്കെ മമ്മൂടി എങ്ങനെയാണ് ചെയ്തതെന്ന് കാണേണ്ടത് തന്നെയാണ്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒന്നും പറയാനില്ല. സീന് മസ്റ്റ് തിയേറ്റർ വാച്ച്.